നമസ്കാരം. തൃശൂർ പൂരത്തിന്റെ ആകാശപൂരത്തിന് വർണ്ണവിസ്മയം തീർക്കുന്ന വിശ്വസ്തനായിരുന്നു മുണ്ടത്തിക്കോട് സതീശ്. ആ സതീശന്റെ വെടിപ്പുരയിലാണ് ഇന്ന് വൻ സ്ഫോടനമുണ്ടായത്. വെടിക്കെട്ട് ലോകത്തെ അതികായകനായ സതീശനും സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് കരാർ ഒരേ സമയം ഏറ്റെടുത്ത ചരിത്രമുണ്ട് മുണ്ടത്തിക്കോട് സതീശന്. പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സതീശന്റെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം കേരളത്തെ നടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. 2024 ഇത്. സതീശന്റെ അച്ഛൻ മണിപ്പാപ്പനും തിരുവമ്പാടിയുടെ കരാറുകാരനായിരുന്നു. അന്ന് സാങ്കേതിക പ്രശ്നം മൂലം പാറമേക്കാവിന്റെ വെടിക്കെട്ട് കരാറുകാരന് ലൈസൻസ് നൽകാൻ പ്രയാസം വന്നതോടെ അന്നത്തെ കളക്ടർ വി.ആർ. കൃഷ്ണതേജ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇദ്ദേഹം രണ്ട് ദേവസ്വങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. തുടർന്ന് നടത്തിയ ചർച്ചകളിലൂടെയാണ് ഒരേ കരാറുകാരൻ മതിയെന്ന് തീരുമാനിച്ചത്. പൂരത്തിന് ശക്തമായ മത്സരം നടക്കുന്നത് കുടമാറ്റത്തിനും വെടിക്കെട്ടിനുമാണ്. അതീവ രഹസ്യമായാണ് വെടിമരുന്ന് തയ്യാറാക്കുന്നതും പൊട്ടിക്കുന്നതും. പരിചയമില്ലാത്തവരെയോ മറുപക്ഷക്കാരെന്ന് കരുതുന്നവരെയോ മുൻപ് വെടിക്കെട്ട് പുരയിലേക്ക് പോലും കടത്താറില്ലായിരുന്നു. ഇങ്ങനെ നടത്തിയ വെടിക്കെട്ട് പുരയിലാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. ഇക്കുറി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല ഏറ്റെടുത്ത് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് നാടിനെ നടുക്കി ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്നതിനായി സ്ഫോടനമുണ്ടാകുന്നത്. മുണ്ടത്തിക്കോടുള്ള സതീശന്റെ വെടിപ്പുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കിലോമീറ്ററുകളോളം ദൂരത്തിൽ കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സതീശൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റിട്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് എത്രത്തോളം വ്യാപ്തി ഇതിനുണ്ട് എന്ന കാര്യത്തിൽ തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒന്ന്, വെടിമരുന്നാണ്. ഈ വെടിമരുന്ന് എത്രത്തോളം കുന്നുകൂട്ടിയിട്ടുണ്ടോ അതിവിടെ സ്ഫോടനങ്ങൾ വീണ്ടും നടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനോ ഫയർഫോഴ്സിനോ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ അത് ഇനിയും ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ തിട്ടപ്പെടുത്തുന്നതിൽ പരിമിതികൾ വരുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വെടിപ്പുര പൂർണ്ണമായും തകർന്നു തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് കൃത്യമായ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. എന്നാൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എല്ലാ കാലത്തും അത് പൂരപ്രേമികളെ ആവേശത്തിലാക്കുന്നത് തന്നെയാണ്. ആളുകളെ ഞെട്ടിക്കാൻ പുതുമകൾ രഹസ്യമാക്കി ഇരുകൂട്ടരും രംഗത്ത് വരാറുണ്ടായിരുന്നു. അത്തരത്തിൽ വൻ ഒരുക്കങ്ങളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. എന്തായാലും പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ചുമതല സ്റ്റീവൻ സ്റ്റീഫൻ എന്ന ലൈസൻസിക്കായിരുന്നു. പൂരത്തിനായി സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കുന്നതിന് വേണ്ടി പല സമയങ്ങളിലായി 100ഓളം പേരാണ് ജോലി ചെയ്യുന്നത്. അച്ഛന്റെ മരണത്തെ തുടർന്നാണ് മുണ്ടത്തിക്കോട് സതീഷ് വെടിക്കെട്ട് ചുമതല ഏറ്റെടുക്കുന്നത്. ഉത്രാളിക്കാവ്, കുറ്റിയങ്കാവ് പൂരങ്ങളിലെ വെടിക്കെട്ടുകൾ ചെയ്ത് കൈവഴക്കം വന്ന ഇദ്ദേഹം തൃശ്ശൂരിലും മറ്റ് പ്രധാന പ്രദേശങ്ങളിലും പ്രധാന പൂരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇക്കുറി നേരത്തെ പൂരൊരുക്കങ്ങളിൽ തന്നെയായിരുന്നു സതീഷ്. 6ഓളം വെടിക്കെട്ട് പുരകൾ മുണ്ടത്തിക്കോട് ഒരുക്കിയിരുന്നു എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ദുരന്ത വ്യാപ്തി ഉയരുമെന്നാണ് സൂചന. തൃശ്ശൂർ പൂരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ദുരന്തം വന്നിരിക്കുന്നത്. പരിക്കൊക്കെ പലരുടെയും ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഇനിയും ഉയരും. 6 പേരാണ് അപകടത്തിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിൽ പൊള്ളലേറ്റവരിൽ 8 പേരുടെ നില ഗുരുതരം തന്നെയാണ്. 40ഓളം ആളുകൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. എന്തായാലും ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തുവരാനുണ്ട്.